गोविंद नाम संकीर्तनम गोविंद गोविंद। जय बोल सद्गुरुनाथ महाराज की जय। माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, माधव यादव कृष्णा यदुनंदन कृष्णा, यादव कृष्णा यदुनंदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा। जय राधे जय राधे जय राधे राधे राधे, जय राधे जय राधे जय राधे राधे राधे, जय राधे 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 राधे, जय राधे 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 राधे। माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, मनमोहन कृष्णा राधा मनमोहन राधा मनमोहन कृष्णा। सर्वत्र गोविंद नाम संकीर्तनम। സുഷാചമേ സുദിനഞ്ചമേ. നല്ല സുദിനമാണ് ഇന്ന്. രാധാദേവി അവതാരം ചെയ്ത സുദിനമാണ്. രാധാഷ്ടമി എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. രാധ പറയുന്നത് ഒരു ദേവിയായിട്ടും പിന്നെ അതിനെ മന്ത്രശാസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഗുരുനാഥൻ പറയുമ്പോൾ നമ്മൾ ഭക്തന്മാരുടെ ഭക്തി എന്താണോ അതാണ് രാധയുടെ സ്വരൂപം. ഗുരുനാഥൻ പറയും, ശ്രീരാധയാണ് എൻ്റെ ഗുരു, ശ്രീരാധികാം മമ ഗുരും ശരണം പ്രപദ്യേ. കൃഷ്ണനെ കിട്ടാൻ വളരെ ദുർലഭമാണ്. ദുർലഭമായ കൃഷ്ണനെ നമുക്ക് എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കുന്ന അമ്മയാണ് രാധാദേവി എന്നാണ് ഗുരുനാഥൻ പറയും. യാ കൃഷ്ണസംഗമസുഖം സുലഭം സഖീഭ്യഃ പ്രീതാ പ്രയച്ഛതി സുദുർലഭമീശ്വരാണാം പ്രേമപ്രവാഹഭരിതാം ശ്രിതകാമധേനും താം രാധികാം മമ ഗുരും ശരണം പ്രപദ്യേ. രാധയെക്കുറിച്ച് നിറച്ചും ഗ്രന്ഥങ്ങൾ ഗുരുനാഥൻ രചിച്ചിട്ടുണ്ട്. രാധികാവിലാസ ചമ്പു, പിന്നെ വൃന്ദാവന മാഹാത്മ്യ ഗ്രന്ഥത്തിൽ ദേവീകാന്ഡം, ഒരു കാണ്ഡം മുഴുവനും രാധയെക്കുറിച്ച് വിസ്തരിച്ച് വർണ്ണിക്കുന്നു. പോരാ പിന്നെ രാധയുടെ ശതകം, ഒരു 100 കീർത്തനങ്ങൾ കൊണ്ട് രാധയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. രാധ ജനിച്ചത് മുതൽ കല്യാണ പര്യന്തമുള്ള വിഷയങ്ങളൊക്കെ രാധികാശതകം എന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നു. യാ കൃഷ്ണ സംഗമ സുഖം സുലഭം സഖീഭ്യഃ. കൃഷ്ണനെ കാണാൻ ദേവന്മാരൊക്കെ കാത്തിരിക്കുന്നു. കൃഷ്ണൻ ഒന്ന് നമ്മോട് സംസാരിക്കുവാനും, അവരോട് സംസാരിക്കാതെ കൃഷ്ണൻ പശുക്കളെ മേയിച്ചുകൊണ്ട് എമ്പേന്ന് പറഞ്ഞ് പശുക്കളെ കൊണ്ടുപോകുന്നു. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ കാത്തിരിക്കുന്നു. പശുക്കളുടെ ഭാഷ ഉണ്ട്, അത് വേഗം പോലും ഹാവ് ഹാവ് പറഞ്ഞാൽ പതുക്കെ എണ്ണണം, ഹൈ ഹൈ പറഞ്ഞാൽ വേഗം ഓടും, അങ്ങനെ പറഞ്ഞാൽ അതിങ്ങനെ തിരിഞ്ഞു നിൽക്കും. ഇതൊക്കെ പശുഭാഷയൊക്കെ ഉണ്ട്. അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദേവന്മാർ അവിടെ കാത്തിരിക്കുന്നു, ഒന്ന് ഞങ്ങളോട് സംസാരിക്കുക പോകണം. അവരുടെ ഒരു വാക്ക് പോലും കണ്ടിനല്ലേ, അവരുടെ സംസ്കൃതത്തിലാണ് സംസാരിക്കണം. ഭവതാം ആഗമന കാരണം കിം എന്നൊക്കെ ചോദിക്കേണ്ടി വരും. സംസ്കൃത ഭാഷ ഇഷ്ടമായിട്ടില്ല കൃഷ്ണന് ഇപ്പോൾ. അതുപോലെ പശുഭാഷയാണ്, ഹൈ ഹൈ ഹോ ഹോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങനെ കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ദേവന്മാർ കാത്തിരിക്കുമ്പോൾ രാധാദേവി സുലഭമായിട്ട് തൻ്റെ സഖികൾക്ക് കൃഷ്ണനെ കൊടുക്കുന്നു. യാ കൃഷ്ണ സംഗമ സുഖം സുലഭം സഖീഭ്യഃ പ്രീതാ പ്രയച്ഛതി സുദുർലഭമീശ്വരാണാം പ്രേമപ്രവാഹഭരിതാം ശ്രിതകാമധേനും. രാധാദേവിയോട് എന്ത് ചോദിച്ചാലും കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത്
കൃഷ്ണപ്രേമയാണ്. പ്രേമ പറഞ്ഞാൽ എന്താ? അടുത്തവരുടെ സുഖത്തിന് വേണ്ടി ഞാൻ ആവണം, അങ്ങനെ വിചാരിച്ചാലാണ് പ്രേമ. എൻ്റെ സുഖത്തിന് വേണ്ടി അയാൾ അങ്ങനെ വിചാരിച്ചാൽ അത് കാമം. എനിക്ക് ആര് എന്ത് ചെയ്തു ഇങ്ങനെ ചോദിച്ചു നടന്നാൽ അതാണ് കാമം. അടുത്തവർക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെ ആഗ്രഹിച്ച് നടന്നാൽ അത് പ്രേമം. അതാണ് പ്രേമപ്രവാഹഭരിതാം ശ്രിതകാമധേനും ശ്രീരാധികാം മമ ഗുരും ശരണം പ്രപദ്യേ. രാധശബ്ദത്തിന് പല അർത്ഥം മഹാത്മാക്കൾ എടുത്തു പറയുന്നു. രസം ദധാതി, അതുകൊണ്ടാണ് രാധ പേര് വരാൻ കാരണം. രസം ദധാതി യാ ദേവി സാ രാധാ മുനിഭിസ്മൃത രസയേവ പരം ബ്രഹ്മ രസോ വൈസ ഇതി ശ്രുതേഹേ. വേദം പഠിച്ചവർക്ക് രസം പറഞ്ഞാൽ എന്താണ് മനസ്സിലാവും. നമ്മളൊക്കെ രസം പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നു? ഷഡ്രസം, ഉപ്പ് രസം, മുളക് രസം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഷഡ്രസം, ഉപ്പ് പുളിയൊക്കെ ഉണ്ടാക്കുന്ന രസം, അത് സാധാരണ രസം. മധുരം ഇങ്ങനെ മുതലായ കയ്പ്പ് മുതലായ ഷഡ്രസങ്ങൾ. പിന്നെ കാവ്യങ്ങളിൽ പറയുന്ന രസം അത് വേറെ രസമാണ്. ശൃംഗാരം, ഹാസ്യം, കാരുണ്യം, ബീഭത്സം മുതലായ രസങ്ങൾ. ഇവിടെ പറയുന്നത് രസം പറഞ്ഞാൽ കൃഷ്ണൻ എന്നർത്ഥം. രസം പറഞ്ഞാൽ എന്താ അർത്ഥം? രസിപ്പിക്കുന്നത്. നമ്മളെ എന്താണ് രസിപ്പിക്കുന്നുവോ അത് രസം. മിക്കവാറും സാധാരണ ജിഹ്വാ ചാപല്യമുള്ളവർക്ക് ഈ സാധാരണ രസം, മുളക് രസം മതി. ഭഗവാനെ രസിക്കുന്ന ബ്രഹ്മജ്ഞാനികൾക്ക് വേണ്ട രസം ആരാണ്? രസോ വൈ സഹ രസഗൃഹ്യേവായം ലബ്ധ്വാനന്ദീ ഭവതി. വേദം തന്നെ പറയുന്നു രസോ വൈ സഹ. രസം പറഞ്ഞാൽ കൃഷ്ണൻ എന്നാണ് അർത്ഥം. ആ കൃഷ്ണനാവുന്ന രസത്തെ ദധി എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ നാവ് കൊണ്ട് കൃഷ്ണനാമവും മനസ്സുകൊണ്ട് കൃഷ്ണസ്മരണവും ശരീരം കൊണ്ട് കൃഷ്ണ കൈങ്കര്യം ചെയ്യുന്ന രസം ദധാതി യാ ദേവി സാ രാധാ മുനി വിസ്മൃത രസയേവ പരം ബ്രഹ്മ രസോ വൈസ ഇതി ശ്രുതേഹേ. രസം പറഞ്ഞാൽ കൃഷ്ണൻ. ആ കൃഷ്ണരസത്തെ ധരിക്കുന്നത് കൊണ്ടാണ് രാധ. എല്ലാവരും കൃഷ്ണനെയാണ് ധരിക്കുന്നു, എല്ലാ ദേവന്മാരും. കൃഷ്ണൻ ഭജിക്കുന്ന കൃഷ്ണനക്ക് ഒരു ശക്തി വേണ്ടേ എല്ലാവരെയും അനുഗ്രഹിക്കാൻ? കൃഷ്ണനക്ക് ശക്തി കൊടുക്കുന്നത് ആരാണ്? രാധാദേവിയാണ്. രാധ്യത്തെ സാ ഭഗവത രാധാ ഇത്യഭിധാസ്ഫുടം. രാധ്യത്തെ സാ ഭഗവത. രാധ്യത്തെ പറഞ്ഞാൽ ഭഗവാൻ എപ്പോഴും പ്രത്യേകമായിട്ട് രാധയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണൻ രാധയുടെ ചരണവും പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. എന്താ കാരണം? ഭക്തിക്ക് ഭഗവാൻ അടിപണിഞ്ഞ് നിൽക്കുന്നു, പ്രേമയ്ക്ക്. പിന്നെ സാധാരണ അർത്ഥം വൃന്ദാവനേ നികുഞ്ജസ്ഥ രാധ്യത്തെ സർവദായയ നന്ദസൂനുരതോ രാധാ സോച്യത്തെ മുനിസത്തമ. വൃന്ദാവനത്തിൽ നികുഞ്ചത്തിലിരിക്കുന്ന ഭഗവാന് ഏത് ദേവിയാണോ എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുന്നുവോ, സർവദാ യയ, എപ്പോഴും നികുഞ്ചത്തിൽ ഭഗവാൻ രാധയുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ യശോദയുടെ അടുത്ത് പോകില്ലേ? യശോദയുടെ അടുത്ത് വേറെ കൃഷ്ണൻ ഉണ്ണിക്കണ്ണനായിട്ട് യശോദയുടെ അടുത്ത് ഉണ്ടാവും. ഇവിടെ രാധയുടെ അടുത്ത് കിശോര കൃഷ്ണനായിട്ട്. നന്ദസൂ വൃന്ദാവനത്തിൽ നികുഞ്ച വല്ലി കൊണ്ട് ഉണ്ടായ ഒരു ഗൃഹമാണ് നികുഞ്ചം എന്ന് പറയും. അതിൽ നന്ദസൂനു രഥോ രാധ സോച്യത്തെ മുനിസത്തമ എന്നാണ് പറയുന്നു. ആ രാധാദേവി ജനിച്ച നക്ഷത്രം അനുരാധ നക്ഷത്രം എന്നാണ് പറയുന്നു. അനുരാധ പറയുന്നത് ഇന്നലെ ചിലപ്പോൾ എല്ലാം ഒന്നിച്ച് വരില്ലേ. കൃഷ്ണാഷ്ടമി വരുമ്പോൾ ചിലപ്പോൾ രോഹിണി കിട്ടില്ലേ. രോഹിണി കിട്ടിയാൽ അഷ്ടമി കിട്ടില്ലേ. അപ്പോൾ ആർക്ക് എന്താണ് തിഥിയാണോ നക്ഷത്രമാണോ എന്താണ് പ്രധാനം അത് എടുത്ത് അവർ ആഘോഷിക്കും. അപ്പോൾ രണ്ടും ചിലപ്പോൾ ഒരുമിച്ച് വരുള്ളൂ. നമ്മുടെ ജന്മനക്ഷത്രം അങ്ങനെയല്ലേ, ചിലപ്പോൾ മാത്രമേ ഒന്നിച്ച് വരുള്ളൂ നക്ഷത്രവും തിഥിയും. അപ്പോൾ ഇന്നലെ അനുരാധ നക്ഷത്രമായി, ഇന്ന് അഷ്ടമിയായി. പുണ്യേ ഭാദ്രപദേ മാസി ശുക്ലാഷ്ടമ്യാം തിഥൗ തഥാ ശുക്രവാരേ സുലഗ്നേ സാ സുഷുവേ സുന്ദരീം സുതാം
ആവിരാസീത്തദാ ദേവി ശ്രീമദ്ഗോലോകനായിക സർവാഭരണ സംയുക്ത കോടി വിദ്യുത് സമുജ്വല. വൃഷഭാനുഗോപൻ ഒരു ഗോപനാണ്. കാരണം വൃന്ദാവനം 84 ക്രോശം വലിയ വൃന്ദാവനമാണ്. അത് 2 രാജാക്കൾ ഭരിക്കുന്നു. ഇവിടെ രാമായണത്തിൽ ഉത്തര കോസലം ദക്ഷിണ കോസലം പറയുന്നുണ്ടല്ലോ. ഉത്തര ചണ്ഡീഗർ അതൊക്കെ ദക്ഷിണ കോസലമാണ്, ഉത്തര കോസലമാണ്. ദക്ഷിണ കോസലം അയോധ്യ, ഇപ്പോൾ ഇരിക്കുന്ന ദക്ഷിണ കോസലം. ദശരഥൻ ഉത്തര കോസല പെൺകുട്ടിയായ കൗസല്യെ വിവാഹം കഴിച്ച ശേഷം രണ്ടും ഒന്നാക്കി. അതുകൊണ്ടാണ് ചണ്ഡീഗർ ഭാഗത്തിൽ നിന്നും ഈ അയോധ്യ രാമപ്രതിഷ്ഠ നടക്കുമ്പോൾ അവർ സ്ത്രീധനമൊക്കെ ഞങ്ങളുടെ നാട്ടുകാരിയാണ് കൗസല്യ, അപ്പോൾ ഞങ്ങളുടെ ആളല്ലേ അങ്ങനെ പറഞ്ഞ് അവരൊക്കെ സമ്മാനം ചെയ്തു അയോധ്യ രാമപ്രതിഷ്ഠയിൽ. അതുപോലെയാണ് ഇവിടെ വൃന്ദാവനം 2 രാജ്യമായിട്ട്, ഒരു ഭാഗം നന്ദഗോപനം, വേറൊരു ഭാഗത്തിൽ വൃഷഭാനുഗോപനം. അപ്പോൾ നന്ദഗോപനക്ക് ഉണ്ണി ജനിച്ചു കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി. അപ്പോൾ വൃഷഭാനുഗോപൻ്റെ ഭാര്യ കലാവതി അല്ലെങ്കിൽ കീർത്തി റാണി എന്നാണ് പേര്. ആ കീർത്തിക്ക് ആഗ്രഹം തോന്നി, എനിക്ക് ഒരു ഉണ്ണി വേണം, കൃഷ്ണനെ പോലെ ഒരു ഉണ്ണി വേണം. എൻ്റെ കൂട്ടുകാരിയല്ലേ യശോദ, അപ്പോൾ യശോദയ്ക്ക് കിട്ടിയ പോലെ ഒരു ഉണ്ണി എനിക്ക് വേണം. അപ്പോൾ വൃഷഭാനുഗോപൻ പറഞ്ഞു, കൃഷ്ണനെ പോലെ ഒരു ഉണ്ണി ഇതുവരെ ഉണ്ടായിട്ടില്ലേ, കൃഷ്ണനെ പോലെ ഒരാൾ കൃഷ്ണനേ ഉള്ളൂ. ഇപ്പോൾ കൃഷ്ണനെ പോലെ ഒരു ഉണ്ണി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൂത്രപ്പണിയുണ്ട്. കൃഷ്ണനെ കല്യാണം കഴിപ്പിക്കാൻ പാകത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ മതി. കുട്ടിയെ വിവാഹം കഴിച്ച് കൊടുത്താൽ പിന്നെ എന്താണ് മരുമകനായി വന്നോളും. പിന്നെ മിക്കവാറും മരുമകൻ മുഴുവനും അച്ഛൻ്റെ ഭാഗം പരിപാലിക്കല്ലേ, ഭാര്യയുടെ അച്ഛൻ എന്ത് പറയുമ്പോൾ അതേ പറയുള്ളൂ. അപ്പോൾ മകൻ്റെ അച്ഛനായിരിക്കുന്നതിനാൽ മരുമകൻ്റെ മരുമകനായി കിട്ടിയാൽ വലിയ ഭാഗ്യം. അപ്പോൾ അങ്ങനെ കൃഷ്ണനെ കല്യാണം കഴിപ്പിക്കാൻ പാകത്തിൽ ഉണ്ണി വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ആശരീര വാക്ക് പറഞ്ഞു, അതൊക്കെ കുറച്ച് മഹാമന്ത്രം ജപിക്കണം. അങ്ങനെ കുറേ കാലം ഈ വൃഷഭാനുഗോപൻ മഹാമന്ത്രം ജപിച്ചു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ജപിച്ച ശേഷമേ പിന്നെ രാധാദേവി അവതാരം ചെയ്തു. മാസി ഭാദ്രപദേ ഭദ്രേ ശുക്ലാഷ്ടമ്യാം അഭീഷ്ടത രാധാ അനുരാധ നക്ഷത്രേ ജാതാ ജഗതി സുന്ദരി. അന്ന് രാധാദേവി ജനിച്ച സമയത്ത് ശുക്രവാരം കൂടിയായിരുന്നു, വെള്ളിയാഴ്ചയും കൂടിയായിരുന്നു. ഈ മാസത്തിന് ഭാദ്രപദം എന്നാണ് പേര്. ഭാദ്രപദം ഭദ്രത്തെ കൊടുക്കുന്ന മാസം. ഭാദ്രപദേ ഭദ്രേ ശുക്ലാഷ്ടമ്യാം അഭീഷ്ടത, അഭീഷ്ടത്തെ തരുന്ന രാധാദേവി രാധാ അനുരാധ നക്ഷത്രേ ജാത ജഗതി സുന്ദരി. സുന്ദരിയായ രാധാദേവി എല്ലാ ഭക്തന്മാരുടെ ഒരു പ്രതീകമായ, ഭക്തിയുടെ പ്രതീകമായ രാധാദേവി അവതരിച്ചു. അവതീർണ ജയതി രാധാദേവി അവതീർണ ജയതി ഭാദ്രപദേ ശുക്ലാഷ്ടമി സുദിനെ ഭദ്രം കർത്തും കൃപയാ സ്വജനേ അവതീർണ ജയതി. ഈ ശുക്ലാഷ്ടമി ഈ ദിവസത്തിൽ ലോകത്തിന് ഭദ്രം കർത്തും, ഭദ്രം പറഞ്ഞാൽ നന്മ, എല്ലാവർക്കും നന്മ ചെയ്യുന്നത് എന്താണ്? ഭക്തിയാണ് നമുക്ക് നന്മ ചെയ്യുള്ളൂ. ആ ഭക്തിയെ നമുക്ക് അനുഗ്രഹം ചെയ്യാൻ വേണ്ടിയാണ് രാധാദേവി അവതരിച്ചു. വ്രജഭുവനേ ശുഭവൃഷഭാനുഗൃഹേ ഭജതി സുരാസുര മൗനി സമൂഹേ അവതീർണ ജയതി വർഷതി കുസുമം ദേവി നികരേ വാദിതനാനാ വാദ്യമുഖരേ അവതീർണ ജയതി. ദേവിമാർക്ക്
ആ അവതാര സമയത്ത് പുഷ്പങ്ങളൊക്കെ വർഷിക്കുന്നു, വാദ്യങ്ങളൊക്കെ വാസിക്കുന്നു. അവർ വാദ്യങ്ങളൊക്കെ ഘോഷിച്ച് പ്രേമിക ഗോപ നാരീ വൃന്ദേ പ്രകടിത നിരൂപമ പരമാനന്ദേ അവതീർണ ജയതി. എല്ലാവരും നാമം ജപിച്ചിരിക്കുന്ന സമയത്താണ് എല്ലാവരും രാധാനാമം, കാരണം അവരുടെ ഇഷ്ടദൈവമാണ് ഗോലോകത്തിലിരിക്കുന്ന രാധാദേവി. ആ രാധാദേവിയും കൃഷ്ണനെയും ചേർത്ത് അവർ നാമം ജപിച്ചിരിക്കുന്ന സമയത്തിലാണ് അവതാരം ചെയ്തു. അവതീർണ ജയതി എന്ന് ഗുരുനാഥൻ പാടുന്നു. അങ്ങനെയുള്ള രാധാഷ്ടമി സുഭദിനം നമുക്ക് കൂടി ചെയ്തു വന്നു ഈ സപ്താഹത്തിൽ. കണ്ണനെ കിട്ടാൻ അത്ര എളുപ്പമില്ല. കാരണം കണ്ണൻ ഒരു ആനയെ പോലെയാണെന്ന് വർണ്ണിക്കുന്നു ഭക്തന്മാർ. കാരണം ആനയെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ആനയെ പിടിക്കണമെങ്കിൽ ആദ്യം ഒരു പെണ്ണിയാണെ വിടും. അതുപോലെ രാധയുടെ അടുത്ത് രാധ വന്നാലേ കൃഷ്ണൻ അടങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ഈ കൃഷ്ണനാകുന്ന ആനയെ പിടിക്കാൻ എളുപ്പമില്ലേ എന്നാണ് പറയുന്നു. കാരണം യശോദ തന്നെ കൃഷ്ണനെ കുളിപ്പിക്കാൻ വിളിക്കാറുണ്ട്. കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ താതയേഹി സ്തനം പിബ. കൃഷ്ണ കുളിക്കാൻ വരൂ പറഞ്ഞാൽ കൃഷ്ണൻ പറയും, എനിക്ക് തണുക്കുന്നുണ്ട്, എനിക്ക് വേണ്ട, കുളി വേണ്ട. തണുക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി തരാം. ചൂടുവെള്ളം ഒഴിപ്പിച്ചാൽ ചൂടാവും, അത് വേണ്ട. പിന്നെ തണുത്ത വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം രണ്ടേ കിട്ടുള്ളൂ. ചൂടുവെള്ളം വേണ്ട, അത് ചൂടും വേണ്ട. തണുത്ത വെള്ളം തണുപ്പാകും, അത് വേണ്ട. ഇങ്ങനെ പറഞ്ഞ് കുളിക്കാതെ ഇങ്ങനെ ഓടി നടക്കുമ്പോഴാണ് അവിടെ രാധാദേവി വന്നു. അപ്പോൾ കൃഷ്ണനോട് ചോദിച്ചു യശോദ, കൃഷ്ണ അവിടെ രാധ, ലളിത, വിശാഖ മുതലായ കോപി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഈ കുട്ടികളുടെ മധ്യയിൽ നിനക്ക് കൂടുതൽ ആരോടാണ് ഇഷ്ടം? അപ്പം കൃഷ്ണൻ ചെറിയ ഉണ്ണി വരുന്നു, ആ രാധയോടാണ് എനിക്കിഷ്ടം. അപ്പോൾ യശോദ പറഞ്ഞു, രാധയോട് ഇഷ്ടം, രാധയെ കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനെ കുളിക്കാതിരുന്നാൽ രാധയ്ക്ക് ഇഷ്ടാവില്ല, കുളിച്ചാലേ ഇഷ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ മര്യാദയ്ക്ക് കുളിച്ചോളാം. പിന്നെ കൃഷ്ണനെ കുളിപ്പിക്കണമെങ്കിൽ ഈ രാധയുടെ നാമം ജപിച്ച് രാധയെ കാണിച്ച് കുളിപ്പിക്കുള്ളൂ യശോദ. അങ്ങ് ഉലൂഖലം വാ യമിനാം മനോവാ ഗോപാംഗനാനാം കുചകുഡ്മലം വാ മുരാരിനാം നക്കലഭസ്യ നൂനം ആളാണമാസീത്രയമേവ നൂനം. ഈ കൃഷ്ണനാകുന്ന ആണയെ പിടിച്ച് കെട്ടാൻ 3 സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് കൃഷ്ണകർണാമൃതം ഗ്രന്ഥത്തിൽ ബില്വമംഗള സ്വാമികൾ പറയുന്നു. കൃഷ്ണൻ്റെ കർണത്തിന് ചെവിക്ക് ആനന്ദമായ ചില ശ്ലോകങ്ങൾ എഴുതി. അതുകൊണ്ടാണ് കൃഷ്ണകർണാമൃതം എന്നതിന് പേരിട്ടു. കൃഷ്ണനെ കട്ടിയിടാൻ ആദ്യത്തെ ഒരു സ്ഥലം എന്താണ്? ഉലൂഖലം വാ. ഉലൂഖലത്തിൽ എന്താ സാധാരണ ഉരളിൽ കട്ടിയിടാൻ പറ്റില്ല. യശോദയുടെ ഉലൂഖലായതുകൊണ്ടും, കാരണം യശോദ വീട്ടിലിരിക്കുന്ന ഉരളിനെ പോലും അത്ര ഭക്തിയുണ്ട്. ഇവിടെ ഭട്ടത്തിൽ രസമായിട്ട് പറഞ്ഞിരുന്നു, സർപ്പിരർപ്പിതം അസ്നെന്ന്. ഈ ഉരളിൽ കട്ടിയിടാൻ പോകുന്നു പണ്ടേ മനസ്സിലാക്കിയിട്ട് കൃഷ്ണൻ ചെയ്തു ആ ഉരളുടെ ഇടയിൽ കുറച്ച് വെണ്ണ ഒളിച്ചു വെച്ചു. എന്താ കാരണം? ഭഗവാനല്ലേ ഈ ഉരളിൽ കട്ടിയിടാൻ പോകുന്നു മനസ്സിലാക്കി പണ്ടേ ഉരളിൽ വെണ്ണ ഒക്കെ ഒളിച്ചു വെച്ചു. അപ്പോൾ ഉരളിൽ കട്ടിയ ശേഷം കുറച്ച് ഉരൾ വലിച്ചു കൊണ്ടുപോയിട്ട് കുറച്ച് ശക്തി വേണ്ടേ, അപ്പോൾ ആ ഉരളിയെ ഒളിച്ചു വെച്ച് എണ്ണ കഴിച്ചു എന്നൊക്കെ പറയുന്നു. ഉളൂഖലം വാ യമിനാം മനോവ. യമിനാം പറഞ്ഞാൽ നല്ല യമം, നിയമം, ആസനം, പ്രാണായാമം അങ്ങനെ ധ്യാനം ചെയ്ത് മനസ്സ് അടക്കിയ മഹാത്മാക്കളുടെ മനസ്സ്. ചിലപ്പോൾ അതിലും കൂടി കൃഷ്ണൻ വരുവോ സംശയം. കാരണം യോഗേശ്വരാന്തർഹൃതി കൽപ്പിതാസന എന്നാണ് പറയുന്നത്. യോഗേശ്വരന്മാർക്ക് ആസനം കൽപ്പിച്ച് വെച്ചിരിക്കുന്നു ഭഗവാൻ തങ്ങളുടെ ഹൃദയത്തിൽ. ഭഗവാൻ വന്നിരിക്കാൻ വേണ്ടി സുവർണ്ണ സിംഹാസനം വെച്ച് അത് പട്ടു തുണിയും വിരിച്ച് വെച്ച് ഭഗവാൻ ഇതിലെ ഇരിക്കണേ പ്രാർത്ഥിക്കുന്നു. ആസനം കൽപ്പിച്ചിട്ടേ ഉള്ളൂ, ഒന്നും വന്നിട്ടില്ല. കൽപ്പിത ആസനഹ എന്നാണ് രാസലീല പറയുന്നു. യോഗേശ്വരാന്തർഹൃതി കൽപ്പിതാസന. അങ്ങനെ ഉള്ള കൃഷ്ണൻ ഇപ്പോൾ എവിടെയാണ് ചോദിച്ചാൽ ഗോപാംഗനാനാം കുജകുഡ്മളം വാ. ഗോപികമാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. യശോദ പോലെയുള്ള ഗോപികമാരുടെ ഉണ്ണിക്കണ്ണനായിട്ടും രാധയെ പോലെയുള്ള ഗോപികൾക്ക് ഭർത്താവിൻ്റെ രൂപത്തിലും ഭഗവാൻ അവരുടെ
ഹൃദയത്തിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. മുരാരിനാംന കളഭസ്യൂണം ആളാണമാസി ത്രയമേവ നൂണം. അങ്ങനെ രാധയെ ഓരോ ആൾക്കും ഭഗവാൻ കാണിച്ച് കൊടുത്തില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു അക്രൂരൻ്റെ പെരുമ. എന്ത് പറഞ്ഞു? അക്രൂരൻ വന്നപ്പോൾ ഒരു വശത്ത് കൃഷ്ണനും ഒരു വശത്ത് ബലരാമനും കാലിട്ട് ഉറങ്ങി. അപ്പോൾ അക്രൂരന് ഭാഗ്യം തോന്നി. എന്താ ഒരു ഭാഗ്യം, ഒരു വശം കൃഷ്ണനും ഒരു വശം രാവണനും. നമ്മളെ പോലെ തന്നെ ഇന്നലെ പറഞ്ഞില്ലേ. പക്ഷേ അദ്ദേഹത്തിന് ഭാഗ്യം തോന്നി. ഭഗവാന്റെ സൂത്രപ്പണിയാണ്. കാരണം അക്രൂരനെ പറഞ്ഞു വിട്ടാൽ പിന്നെ ഇവിടെ ഗോപികമാരെയും രാധയൊക്കെ കാണാൻ പോകും. അവരോട് സംസാരിക്കാനുള്ള ഒരു അർഹത ആയിട്ടില്ലേ, ഒരു പക്വത ആയിട്ടില്ലേ. ഉദ്ധവനെ പോലെ ഉള്ളവർക്ക് മാത്രമേ രാധയെ കാണാനും ഗോപികമാരെ കാണാനും അവരോട് സംസാരിക്കാനുള്ള ഒരു യോഗ്യത ഉള്ളൂ. അതുകൊണ്ടാണ് അർജുനർക്ക് പോലും ഭീഷ്മർക്ക് പോലും പിന്നെ ഈ അക്രൂരനക്ക് പോലും ഈ ഗോപികമാരെ കാണാൻ അവരോട് സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല ഭഗവാൻ. കൈയോട് പാക്ക് ചെയ്ത് കൊണ്ടുപോയതാണ്. അങ്ങനെ അക്രൂരൻ്റെ ഒപ്പം ഭഗവാൻ കിടന്ന് ഉറങ്ങി വേറെ ആളും നോക്കാത്ത രീതിയിൽ കയ്യിൽ പുറപ്പെട്ടു ചെന്നു. പുറപ്പെടുമ്പോൾ ഗോപികമാർ കരയുന്നു. എല്ലാവരെയും ഭഗവാൻ സമാധാനം ചെയ്തു. പ്രത്യേകം തനിയായിട്ട് മാറി നിൽക്കുന്നു രാധാദേവി. രാധയോട് കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വേഗം വരാം. അപ്പോൾ രാധ പറഞ്ഞു, ഞാൻ നിന്നോട് എന്ത് പറയും? ഒരാളിന് ഞാൻ നാട്ടിലേക്ക് പോയിക്കോട്ടെ ചോദിക്കുമ്പോൾ പോകണ്ടാൻ പറയാൻ പറ്റില്ല. പോകണ്ടാൻ പറഞ്ഞാൽ അർത്ഥം ഒരാൾ പുറപ്പെടുന്ന സ്ഥലത്ത് പോകണ്ടാൻ പറഞ്ഞാൽ അത് അപശകുണമാവും. മാ ഗച്ഛേത്യപമംഗലം വ്രജസഖേ സ്നേഹേന ഹീനം വചഃ തിഷ്ഠേതി പ്രഭുതാ യചാമതി കുരുഷ്വേഷ യുദാസീനത. പോകണ്ടാൻ പറഞ്ഞാൽ അപമംഗളമായ അപശബ്ദമായി തോന്നും. ശരി, ഞാൻ പോയിക്കോട്ടെ ചോദിച്ചാൽ പോയിക്കോളൂ പറഞ്ഞു വിട്ടാൻ്റെ അർത്ഥം അത്ര സ്നേഹമില്ലെന്ന അർത്ഥം. വ്രജസഖേ സ്നേഹേന ഹീനം വചഃ. സ്നേഹമില്ലാത്ത ആളാണ് തോന്നിപ്പോകും. പിന്നെ പോകണ്ട, ഇവിടെ തന്നെ നിന്നോളൂ, അവിടെ മധുരയ്ക്ക് പോകണം, വൃന്ദാവനത്തിൽ തന്നെ ഇരുന്നാൽ മതി പറഞ്ഞാൽ തിഷ്ഠേതി പ്രഭുത. ഞാൻ പറഞ്ഞത് കേൾക്കും, അവിടെ പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കൂ. അത് പറഞ്ഞാൽ താൻ പ്രഭുവായി തോന്നും. അപ്പോൾ കൃഷ്ണനെ ശാസിക്കുന്ന ഒരു പ്രഭുത്വം ഉണ്ടാവും. അത് അങ്ങനെ പാടില്ല. സ്ത്രീകളൊക്കെ അങ്ങനെ സംസാരിക്കാറില്ലേ ഭർത്താക്കളോട് പ്രഭുത്വമായിട്ട്, പണ്ടത്തെ സ്ത്രീകൾ. ഇപ്പോഴൊക്കെ അങ്ങനെ ഇല്ലേ, ഇങ്ങനെ ചെയ്താൽ മതി പറയും. തിഷ്ഠേതി പ്രഭുത. പിന്നെ യഥാമതി കുരുഷ്വേഷ പിതാസീനത. നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോളൂ, നിങ്ങൾ ഇവിടെ നിന്നോളൂ, എന്തെങ്കിലും ചെയ്തോളൂ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? അതിലൊരു ഉദാസീനമാണ്, ഒരു മര്യാദയ്ക്ക് ഉള്ള പരിപാടി ഇല്ല സംസാരിക്കുമ്പോൾ. വേണമെങ്കിൽ പോയിക്കോളൂ, ഇല്ലെങ്കിൽ ഇരുന്നോളൂ. അപ്പോൾ കൃഷ്ണനോട് രാധ തന്നെ പറയുന്നു, നിന്നോട് എങ്ങനെ സംസാരിക്കുന്നു ഇതുപോലെ എനിക്ക് എങ്ങനെ പറയുന്നു അറിഞ്ഞിട്ടില്ലേ? തന്മാം ശിക്ഷയ നാഥയത് സമുചിതം ഗന്ധും ത്വയി പ്രസ്ഥിതേ. നീ പോകുന്ന സമയത്ത് ഞാൻ എന്താ മറുപടി പറയണം? എനിക്ക് ഒന്നും ഒരു പിടിയില്ല. പക്ഷേ ഒന്ന് പറയാൻ സാധിക്കും. കൃഷ്ണ, എന്നെ വിട്ട് നീ മധുരയ്ക്ക് പോകുമ്പോൾ എനിക്ക് എന്താണ് ദുഃഖം എന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ അത് ഇപ്പോൾ മനസ്സിലാവില്ലേ. ഒന്ന് ചെയ്യാം, അടുത്ത ജന്മത്തിൽ നീ രാധയായിട്ട് ജനിച്ചോളൂ, ഞാൻ കൃഷ്ണനായി ജനിച്ചേ. അപ്പോൾ നിന്നെ വിട്ട് ഞാൻ പുറപ്പെട്ടു പോയാൽ അതെൻ്റെ ദുഃഖം എന്താണ് മനസ്സിലാവുള്ളൂ. രാധാവിരഹം പറയാൽ എന്താണെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ, കൃഷ്ണവിരഹം എന്താണെന്ന്. അപ്പോൾ കൃഷ്ണനക്ക് തോന്നി നമ്മൾ ഒരു രാധയായിട്ട് ജനിക്കണം. അങ്ങനെ രാധാരൂപത്തിൽ ജനിക്കും വിചാരിച്ചിട്ടാണ് കൃഷ്ണൻ തന്നെ വീണ്ടും ഒരു അവതാരം ചെയ്തു. അതാണ്ട് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു രൂപത്തിൽ അവതാരം ചെയ്തു. ചൈതന്യ മഹാപ്രഭു ശരിക്കും പുരുഷനാണ്. പക്ഷേ സന്യാസം സ്വീകരിച്ച ശേഷം അദ്ദേഹം രാധാഭാവത്തിലായി. അതുകൊണ്ടാണ് ഗൗരാംഗേ മൃതിമാണ്. ആ ഗൗരാംഗന് തന്നെ അദ്ദേഹത്തിന് പേര്. കൃഷ്ണൻ്റെ അവതാരമാണ്, പക്ഷേ ശരീരം നല്ല വെളുത്ത ശരീരമാണ്. അതുകൊണ്ടാണ് ഗൗരാംഗൻ അദ്ദേഹത്തിൻ്റെ പേര്. ആ അദ്ദേഹത്തിൻ്റെ ജീവിതം പകുതി ജീവിതമാണ് കരഞ്ഞുകൊണ്ടേ. കാരണം കൃഷ്ണ 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 വിളിച്ച് കാണുന്നതൊക്കെ ഭഗവാനായിട്ട് കണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് ജീവിച്ചു. കാരണം അങ്ങനെ കൃഷ്ണനെ ഓർത്ത് കരഞ്ഞിരിക്കുന്ന ഒരു ജീവിതമാണ് രാധയുടെ ജീവിതം. അംഗസ്ഥേ ദൈതേ എന്നാണ് പറയുന്നത്. എപ്പോഴും കൃഷ്ണനെ ഓർത്ത് കരയും.
അതിനൊരു ഉദാഹരണം അംഗസ്ഥേരിയിൽ കൃഷ്ണൻ രാജയുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ രാധ ഇങ്ങനെ കണ്ണുനീർ ഒഴിച്ചു. ചൂടായിട്ട് കണ്ണുനീർ വീണപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, ഇപ്പോൾ നിന്റെ മടിത്തട്ടിലല്ലേ, ഇപ്പോൾ ആനന്ദ കണ്ണീരല്ലേ വേണ്ടത്. ആനന്ദ കണ്ണുനീർ വരുമ്പോൾ നല്ല തണുപ്പ് വെള്ളം, ദുഃഖം കൊണ്ട് കണ്ണുനീർ വരുമ്പോൾ അത് കുറച്ച് ചൂടാകും. അപ്പോൾ കൃഷ്ണൻ രാധയോട് ചോദിച്ചു, ഞാൻ നിന്റെ മടിത്തട്ടിലല്ലേ കിടക്കണമെന്ന്, ഇപ്പോൾ എന്താ ദുഃഖിക്കുന്നു, ചൂടായ വെള്ളം വരുന്നുണ്ടല്ലോ കണ്ണിൽ നിന്നും. അപ്പോൾ രാധ പറഞ്ഞു, ഇപ്പോൾ മടിത്തട്ടിൽ കിടക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് പോകില്ലേ, അത് ഓർത്താണ് കാര്യം. അംഗസ്ഥേ മടിത്തട്ടിൽ കിടന്നാൽ പോലും ആ കൃഷ്ണൻ്റെ വിരഹം ഒന്ന് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല രാധയ്ക്ക്. അങ്ങനെ ആ രാധാ വിരഹഭാവം അനുഭവിക്കാൻ വേണ്ടിയാണ് ഒരു അവതാരം ചെയ്തു വന്നു ചൈതന്യ മഹാപ്രഭുവായിട്ട്. ആ ജന്മം മുഴുവൻ നാമം ജപിച്ചിരുന്നു എപ്പോഴും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.